അതിജീവനം. കയ്യിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദവുമായി ഈ അമേരിക്കൻ കമ്പനിയിലേക്കുള്ള ഇൻ്റർവ്യൂവിനായി വന്നിരിക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും തന്നെയില്ലായിരുന്നു. ഒരാളുടെ വേക്കൻസിയിലേക്ക് എത്രയോ പേർ, ഇനിയും പകുതിയോളം പേർ ബാക്കിയാണ്. തിരികെ പോകാനായി 2 വട്ടം ഇറങ്ങിയതാണ്. അവസാനത്തെ ആളുകളിൽ ഒരാളായി ഞാനും അകത്തേക്ക്. ഞാൻ പഠിച്ച കാര്യങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കുറേ ചോദ്യങ്ങൾ. മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന മറുപടികൾ കൊടുത്തു. പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഇനിയുമുണ്ട് കുറച്ചു പേർ കൂടി. ശ്രുതിയോട് പോലും പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പും എത്രയോ വട്ടം വന്നിരിക്കുന്നു ഒരുപാട് പ്രതീക്ഷകളുമായി. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വരുമാനമാണ് കുടുംബത്തിൻ്റെ ആശ്രയം. അതിൽ നിന്ന് വേണം ഇരട്ടകളായ 2 അനിയന്മാരുടെയും ഒരു അനിയത്തിയുടെയും പഠനം. ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതിനോടൊപ്പം വരുമാനം കൂടാത്തതുകൊണ്ട് പല ആഗ്രഹങ്ങളും മനസ്സിനുള്ളിൽ തന്നെ കുഴിച്ചുമൂടേണ്ടി വന്നിട്ടുണ്ട്. ശ്രുതി എനിക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാമെന്ന ഒരു വാക്ക് തന്നിട്ടുണ്ട്. അതാണ് ഒരു ആശ്വാസം. നന്ദൻ, അകത്തേക്ക് വിളിക്കുന്നു. ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണരുകയായിരുന്നു. അകത്തിരുന്ന് വെള്ളക്കാരൻ എന്നെ അവരുടെ കമ്പനിയിലേക്ക് എടുക്കുന്നതായി അറിയിച്ചു. മാസം $4000, ഭക്ഷണവും താമസവുമെല്ലാം സൗജന്യം. ചെയ്യുന്ന വർക്കിൻ്റെ ലാഭവിഹിതത്തിൽ നിന്നും 1% എല്ലാ മാസവും ലഭിക്കും. എന്നോട് പറഞ്ഞ ശമ്പളം തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനും ഒരുപാട് വലുതായിരുന്നു. നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ ആ എഗ്രിമെൻ്റ് പേപ്പർ സൈൻ ചെയ്തു. പോകുന്നതിന് ആവശ്യമായ അത്യാവശ്യം പണവും മറ്റും ശ്രുതിയാണ് തന്ന് സഹായിച്ചത്. അവൾ എന്നെ പോലെ അല്ല. പഠിച്ചിറങ്ങിയ ഉടനെ ജോലി കിട്ടി. ആളൊരു സ്കൂൾ ടീച്ചറാണ്. ഇതിനു മുമ്പും എത്രയോ സഹായിച്ചിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി. നാളെ ഞാൻ പോവുകയാണ് യുവാക്കളുടെ സ്വപ്ന രാജ്യത്തേക്ക്. പോകുന്നതിന് മുമ്പ് ശ്രുതിയെ മാറോടണച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത വരവിൽ നമ്മുടെ കല്യാണം. വലിയ കാശും പത്രാസും ആയി കഴിയുമ്പോൾ എന്നെ എങ്ങനെ മറന്നു കളഞ്ഞ? മറുപടിയായി അവളെ ഒന്നുകൂടി ഞാൻ എന്നോട് ചേർത്തണച്ചു. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്, വെറും 50ഓളം തൊഴിലാളികൾ മാത്രമുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. അതിൻ്റെ മാനേജറായിട്ടാണ് എൻ്റെ നിയമനം. എൻ്റെ ഭാഗ്യമാണോ അതോ കമ്പനിയുടെ തൊഴിലാളികളുടെ ഭാഗ്യമാണോ എന്നറിയില്ല. ഞങ്ങളുടെ കമ്പനിയുടെ അങ്ങോട്ടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. എൻ്റെ വളർച്ചയോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള തൊഴിലാളികളോടും ഞാൻ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. അവരാണ് എന്നെ ഞാനാക്കിയത്. ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാത്ത സൗഹൃദങ്ങൾ. 2 ദിവസമായി ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തു പറ്റിയെന്നറിയില്ല. മനസ്സാകെ അസ്വസ്ഥമായി. അവസാനം അമ്മയോട് തിരക്കി. അവളെ മറന്നേക്കാനാണ് അമ്മ പറഞ്ഞത്. കാരണം തിരക്കിയിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല, കരച്ചിൽ മാത്രം. അനുജനോട് തിരക്കിയപ്പോഴാണ് ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ നടന്ന വാഹനാപകടവും 3 ദിവസമായി സ്വബോധം പോലും തിരിച്ചു കിട്ടാത്ത, ഒരു പ്രതീക്ഷയ്ക്ക് പോലും വഴിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാര്യം അറിയുന്നത്. മനസ്സിന് കടുത്ത ആഘാതമായിരുന്നു. മനസ്സിനേറ്റ മുറിവ് ഒരുപാട് വലുതായിരുന്നു. ഉടനെ അവധിക്ക് അപേക്ഷിച്ചു. പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക്. എങ്ങനെയും ശ്രുതിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതുമാത്രമായിരുന്നു മനസ്സിൽ. ആശുപത്രിയിലെത്തി ശ്രുതി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് അല്പം ആശ്വാസം തോന്നി. പുറത്ത് പറയത്തക്ക പരിക്കുകളൊന്നുമില്ല. നേരെ ഡോക്ടറെ കണ്ടു സംസാരിച്ചു. അപ്പോഴാണ് അറിയുന്നത് 2 കാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട വിവരം. ബോധം തിരികെ വന്നിട്ടുണ്ട്, പക്ഷേ ആരെയും തിരിച്ചറിയുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ ചികിത്സയൊന്നും കാര്യമില്ല. കരഞ്ഞ ചുവന്ന കണ്ണുകളുമായി റൂമിലേക്ക് തിരിച്ചെത്തി. ആ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരിക്കലും കൈവിട്ട് കളയില്ല എന്ന ഉറപ്പോടെ കണ്ണുകൾ തുറന്ന ശ്രുതി അപരിചിതരെ പോലെ കൈകൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. അവളെ നെഞ്ചോട് ചേർത്ത് മതിവരുവോളം പൊട്ടിക്കരഞ്ഞു. വിഷമിക്കരുത് പെണ്ണെ, കൂടെയുണ്ട് നിന്നെ നന്നേട്ടൻ, അവസാന ശ്വാസം വരെ. അവൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞാണ് അവിടെ നിന്നും ഇറങ്ങുന്നത്. അമ്മയുടെ കയ്യിൽ തൂങ്ങി വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ കണ്ടു സങ്കടത്തിൻ്റെ തിരയിളക്കം. കുളിയും കഴിഞ്ഞ് എല്ലാവരോടൊപ്പം ഭക്ഷണവും കഴിച്ച് തിരികെ ആശുപത്രിയിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നീ അവളെ മറക്കണം. അവൾക്കിനി തനിയെ ഒന്ന് എണീറ്റിരിക്കാനോ നമ്മളെ മനസ്സിലാക്കാനോ പോലും ഒരിക്കലും കഴിഞ്ഞെന്ന് വരില്ല. അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു ഇങ്ങനെ പറയാൻ? അവളെ ഞാൻ താലി ചാർത്തിയതിന് ശേഷമാണ് ഇങ്ങനെ പറ്റുന്നതെങ്കിൽ അമ്മ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾക്ക് മുന്നിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു. എനിക്കറിയാം അമ്മയുടെ മനസ്സ്. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ ഞാൻ വീട്ടിൽ വിവാഹകാര്യം അവതരിപ്പിച്ചു. ഒരുപാട് എതിർപ്പുകളും ഉപദേശങ്ങളും. എൻ്റെ ഉറച്ച തീരുമാനം മാറ്റാൻ ഒരിക്കലും കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അച്ഛനും അമ്മയും മനസ്സില്ലാ മനസ്സോടെ വിവാഹം നടത്തിത്തരാൻ തയ്യാറായി. അങ്ങനെ ശ്രുതി സഹദേവൻ ശ്രുതി നന്ദനായി. തിരികെ പോകുമ്പോൾ എൻ്റെ കൂടെ കൂട്ടി. 1 വർഷത്തോളം വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. നാട്ടിൽ നിന്നും വരുമ്പോൾ ശ്രുതിയുടെ അമ്മയെയും കൂട്ടിയിരുന്നു. ഒരു ദിവസം ജോലിയും കഴിഞ്ഞു വരുമ്പോൾ താലിയും കയ്യിൽ മുറുകെ പിടിച്ച് വലിയ ആലോചനയിലിരിക്കുന്ന ശ്രുതിയെയാണ് കണ്ടത്.
എന്നെ കണ്ടതും നന്ദേട്ട എന്നുള്ള വിളിയും കരച്ചിലും കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് സങ്കടങ്ങൾ വഴിമാറി. പുതിയ ഒരു ജീവിതം, നൂതന ചികിത്സാ രീതിയും ഫിസിയോതെറാപ്പിയും പരസ്പര സ്നേഹവും കരുതലും എല്ലാം ഒത്തുചേർന്നപ്പോൾ ശ്രുതി പതിയെ പതിയെ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മക്കളോടൊപ്പം നാട്ടിലെത്തുമ്പോൾ തള്ളിപ്പറഞ്ഞവർ ആദരവോടുകൂടി നോക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഉൾപ്പെടെ. എല്ലാം ഒരു വിശ്വാസമാണ്. വിധിയെന്ന് കരുതി നമ്മൾ തളർന്നുപോയാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത് അസാധ്യമാണ്.